ഈ വർഷം NMMS എഴുതുന്ന വിദ്യാർത്ഥികളാണോ നിങ്ങളെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ എഴുതുന്നുണ്ട്, ഇനി എഴുതുന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെയുള്ള വിദ്യാർത്ഥികളാണ്, എഴുതുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു വീഡിയോ ഉള്ളത്. അതായത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും, ഇപ്പോൾ NMMSനാണോ പഠിക്കേണ്ടത് അതോ ഓണം എക്സാമിനാണോ പഠിക്കേണ്ടത്? കാരണം ഇനി ഒരാഴ്ച കഴിഞ്ഞാൽ ഓണം എക്സാം ആണ്. സ്വാഭാവികമായിട്ടും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടാവും, NMMSന് പഠിക്കണോ ഓണം എക്സാമിന് പഠിക്കണോ? അങ്ങനെയുള്ളൊരു ടെൻഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിനുള്ള മറുപടിയാണ് ഞാൻ പറയാൻ പോകുന്നത്. കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. അതായത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, NMMS എന്ന് പറയുന്ന പരീക്ഷയുടെ സിലബസ് എന്ന് പറയുന്നത് നിങ്ങളുടെ 6ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലെയും ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന 8ാം ക്ലാസ്സിലെയും കംപ്ലീറ്റ് സിലബസ് ഉണ്ട്. അതായത് എന്തൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടോ അതൊക്കെ പൂർണ്ണമായിട്ട് പരിപൂർണമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. അതിലെ ഒന്നാമത്തെ വസ്തുത. അപ്പോൾ സ്വാഭാവികമായിട്ടും 8ാം ക്ലാസ് നിങ്ങൾ മൊത്തത്തിൽ എന്ത് ചെയ്യണം, കലക്കി കുടിക്കണം. അപ്പോൾ പിന്നെ നിങ്ങൾ ഓണം എക്സാമിന് ഇപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എവിടെ ഉപകരിക്കപ്പെടും? NMMS എക്സാമിന് ഉപകരിക്കപ്പെടും. അപ്പോൾ നിങ്ങൾ ഓണം എക്സാമിന് ഇപ്പോൾ എന്ത് ചെയ്യുക, സൂപ്പറായിട്ട് പഠിക്കുക. അത് എവിടെയും ഉപകരിക്കപ്പെടും, NMMSന് ഉപകരിക്കപ്പെടും. അപ്പോൾ പിന്നെ വെറുതെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ NMMSന് പഠിച്ചോളാം, ഇപ്പോൾ ഓണം എക്സാമിന് പഠിക്കണ്ട, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾ ഓണം എക്സാമിന് മാത്രം പഠിച്ചാൽ മതി. പക്ഷേ ഓണം എക്സാമിന് പഠിക്കുമ്പോൾ നിങ്ങൾ ഒന്നും കൂടി സൂപ്പറായിട്ട് പഠിക്കണം. സാധാ കുട്ടികൾ ഓണം എക്സാമിന് ജസ്റ്റ് അങ്ങനെ ഇങ്ങനെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് പാസ്സായി തട്ടിമുട്ടി പാസ്സാവാനുള്ള പഠിത്തമായിരിക്കും. പക്ഷേ നിങ്ങൾ അങ്ങനെ പഠിച്ചാൽ പോരാ. നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അടിമുടി A to Z എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ടെക്സ്റ്റ് ബുക്കിലെ ഓരോ പോയിന്റ്സും ലൈൻ ബൈ ലൈൻ ഓരോ വരികളും കൃത്യമായിട്ട് പഠിക്കണം. അതിൽ എക്സ്ട്രാ റീഡിങ്, അധിക വായന എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു പെട്ടിക്കോളത്തിൽ ചില കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അതൊന്നും സാധാ കുട്ടികൾക്ക് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതൊന്നും ഓണം എക്സാമിന് ചോദിക്കില്ല. പക്ഷേ നിങ്ങൾ അതും കൂടി എന്ത് ചെയ്യുക, ജസ്റ്റ് ആഡ് ഓൺ ആയിട്ട് പഠിച്ചു വെക്കുക. അങ്ങനെ പഠിച്ചു വെച്ചാലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഇനി ഓണം എക്സാമൊക്കെ കഴിഞ്ഞിട്ട് NMMS എക്സാമിന് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഇത് പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, 8ാം ക്ലാസ്സിൽ ഇപ്പോഴത്തെ ഓണപരീക്ഷൻ്റെ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് തന്നെ പഠിക്കുക. അങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് NMMSൻ്റെ ആ ഒരു പ്രിപ്പറേഷൻ്റെ സമയത്ത് ഇനി ഈ ഒരു സാധനം എന്ത് ചെയ്യേണ്ട, പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെയുള്ളത് ഓണം എക്സാമിൻ്റെ ടോപ്പിക്കുകളാണ്. ഓണം എക്സാമിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെ ലൈവും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ അടിപൊളിയായിട്ട് വീക്ഷിച്ചാൽ മതി. നമ്മൾ ഇഷ്ടംപോലെ ലൈവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലുള്ള എല്ലാ കാര്യങ്ങളും ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് എന്താ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോവുക. അതുപോലെ തന്നെ ഒരു നോട്ട്സും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുക. നിങ്ങളുടേതായിട്ടുള്ള ഒരു നോട്ട്സ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിൽ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മൈന്യൂട്ടായിട്ട് എന്ത് ചെയ്യുക, കുറിച്ച് വെക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷൻ്റെ തലേന്നൊക്കെ എന്ത് ചെയ്യും, അത് വളരെയധികം ഉപകരിക്കപ്പെടും. മാത്രമല്ല നിങ്ങൾക്ക് NMMSന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും ഈ നോട്ട്സ് ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കിയാൽ മതി. കാരണം നിങ്ങൾക്കത് ഓൾറെഡി അറിയുന്നുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മറിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യത്തിലധികം എന്ത് ചെയ്യാൻ പറ്റും, അത് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അപ്പോൾ അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് ഉഷാറായിട്ട് പഠിക്കുക. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഇപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് ഓണം എക്സാമിന് മാത്രമാണ്. ഓണം എക്സാം സൂപ്പറായിട്ട് പഠിക്കുക. പഠിക്കുമ്പോൾ ഒന്നും കൂടി ബെറ്റർ ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്കത് NMMSനും ഉപകരിക്കപ്പെടും. ഇനി ഓണം എക്സാം എന്നാണോ കഴിയുന്നത് ആ സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, NMMSനുള്ള പ്രാക്ടീസ് വളരെ വേഗത്തിൽ തുടങ്ങുക. ഒരു ദിവസം പോലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ലാഗ് അടിപ്പിക്കരുത്. എന്നാണ് ഓണം എക്സാം കഴിയുന്നത് ആ ഓണം എക്സാം കഴിഞ്ഞ പിറ്റേ ദിവസം തൊട്ട് അല്ലെങ്കിൽ അന്നേ ദിവസം തൊട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ഇങ്ങനെ ഓണം വെക്കേഷനൊന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, വെറുതെ എൻജോയ് ചെയ്ത് കണ്ട് എന്ത് ചെയ്യരുത്, എൻജോയ് ചെയ്യേണ്ടതെന്നല്ല, പക്ഷേ എൻജോയ് ചെയ്ത് അതിൽ മതിമറന്ന് പോകരുത്. നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യണം, NMMS ആയിരിക്കണം നിങ്ങളുടെ ഫോക്കസ്. NMMS കിട്ടിയതിന് ശേഷം അല്ലെങ്കിൽ NMMSൻ്റെ എക്സാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾ എൻജോയ് ചെയ്തോളൂ, പിന്നെ നിങ്ങൾ ലാവിഷായി നടന്നോളൂ, അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ അതുവരെ നിങ്ങൾ സൂപ്പറായിട്ട് NMMSന് മാത്രം പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഓണം എക്സാമും അതുപോലെ തന്നെ NMMS നമ്മൾക്ക് സൂപ്പറാക്കണം. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും ഇത് നിങ്ങളുടെ സ്വന്തം അറക്കൽ.